അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിമ ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാരക്ത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിമ ഇന്നക ഹമീദും മജീദ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അവരുടെ കിതാബു തൗഹീദിന് ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാ എഴുതിയ ഇആനത്തുൽ മുസ്തഫീദ് എന്ന കിതാബിൻ്റെ ദർസ് ആണ് നമ്മൾ തുടർന്ന് വരുന്നത്. ദർസ് 21. ഹഖുല്ലാഹി അലൽ ഇബാദും ഹഖുൽ ഇബാദി അലല്ലാഹ്. ഇത് രണ്ടും മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച് പറയുമ്പോൾ പറയണം, വലമ്മാ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹഖുൽ ഇബാദി അലല്ലാഹി അൻ ലാ യുഅദ്ദിബു മൻ ലാ യുശ്രികു ബിഹി ഷൈആ. ഇബാദിന് അള്ളാഹുവിൻ്റെ മേലുള്ള അവകാശം, ഹഖ് എന്നത് എന്താണ്? അള്ളാഹു അവരെ ശിക്ഷിക്കാതിരിക്കലാണ്. അല്ലാ യുഅദ്ദിബ, അള്ളാഹു ശിക്ഷിക്കാതിരിക്കലാണ്. മൻ ലാ യുശ്രികു ബിഹി ഷൈആ, അവരിലൊന്നും ഷിർക്ക് ചെയ്യാത്തവരെ. فمعاذ رضي الله عنه استبشر بهذا الحديث الشريف. ഈ വിശുദ്ധ ഹദീസ് കേട്ടുകൊണ്ട് മുആദ് റളിയല്ലാഹു അൻഹു ഒപ്റ്റിമിസ്റ്റായി, ശുഭാപ്തി വിശ്വാസക്കാരനായി. വഫരിഹ ബിഹി ആയത്തുൽ ഫറഹ്, വളരെയധികം സന്തോഷം, അങ്ങേറ്റത്തെ സന്തോഷം അദ്ദേഹത്തിനുണ്ടായി, സന്തോഷിച്ചു. വഖാല യാ റസൂലല്ലാഹ് അലാ ഉബശ്ശിറു നാസ്. അല്ലാഹുവിൻ്റെ റസൂലേ, ഞാൻ ഈ സന്തോഷ വാർത്ത ജനങ്ങളെ അറിയിക്കട്ടെ എന്ന് മുആദ് റളിയല്ലാഹു ചോദിച്ചു. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുബശ്ശിറൂഹും ഫയത്തക്കിലു. നീ അവരെ ഇങ്ങനെ സന്തോഷ വാർത്ത അറിയിക്കണ്ട, കാരണം അവർ അതിന്മേൽ ഭരമേൽപ്പിക്കും എന്ന് പറഞ്ഞാൽ എന്തായാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിച്ചാൽ ഷിർക്ക് ചെയ്യാതെ, അള്ളാഹു ഷിർക്ക് ചെയ്യാതിരുന്നാൽ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുമല്ലോ. അപ്പം പിന്നെ കാര്യമായിട്ട് അമലുകളൊന്നും ചെയ്യേണ്ട, സൽക്കർമ്മങ്ങളൊന്നും ചെയ്യേണ്ടതില്ല എന്ന് ജനങ്ങൾ ധരിച്ചേക്കും. ഞാൻ ഉദ്ദേശിക്കുന്നത് അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖശിയ ഇദാ സമിഅഹു നാസു ഫഇന്നഹും യത്തകിലൂന അലാ ജാനിബി റജാഇ വയതസാഹലൂന ഫിൽ മആസി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയന്നു, ജനങ്ങൾ അത് കേട്ടാൽ അവർ എന്ത് ചെയ്യും? ഫഇന്നഹും യത്തകിലൂന അലാ ജാനിബി റജാഇ, റജാഇൻ്റെ ഭാഗത്ത് അവർ എന്ത് ചെയ്യും? റജാ എന്ന് പറഞ്ഞാൽ ആശ, ഹോപ്പ്, പ്രതീക്ഷ, അതിൻ്റെ ഭാഗത്ത് അവർ തവക്കുലാക്കും, അതിൽ ഭരമേൽപ്പിക്കും. അങ്ങനെ വയതസാഹലൂന ഫിൽ മആസി, പാപങ്ങൾ ചെയ്യുന്ന വിഷയത്തിൽ അവർ ഒരു ശ്രദ്ധക്കുറവ് ഉണ്ടാവും അവരുടെ ഭാഗത്ത്. യഖൂലൂന, അവർ പറയും, മാ ദുംനാ മുവഹിദീന ഫൽ മആസി ലാ തദുറൂന. നമ്മൾ തൗഹീദ് ഉള്ളവരായിരിക്കെ എന്നിടത്തോളം കാലം പാപങ്ങൾ നമ്മെ ബുദ്ധിമുട്ടിക്കില്ല എന്ന് വിചാരിക്കും. അവർ അങ്ങനെ പറയും. ലിഅന്ന റസൂല യഖൂൽ, കാരണം അല്ലാഹു റസൂൽ പറഞ്ഞിട്ടുണ്ടോ, അല്ലാ യുഅദ്ദിബു മൻ ലാ യുശ്രികു ബിഹി ഷൈഅ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അള്ളാഹു ശിക്ഷിക്കാതിരിക്കലാണ് അവനിൽ ഒരു ശിർക്കും ചെയ്യാത്തവരെ എന്ന്. വനഹ്നു വൽഹംദുലില്ലാഹ് ലസ്നാ മുശ്രിക്കീൻ. നാം ആവട്ടെ അള്ളാഹുവിനാണ് സർവസ്തുതിയും, നമ്മൾ മുശ്രിക്കുകളല്ല, ഷിർക്ക് ചെയ്യുന്നവരല്ല. വനഹ്നു ലാ നഅബുദു ഇല്ലല്ലാഹ്, നാം അള്ളാഹുവിനെ അല്ലാതെ ഇബാദത്ത് ചെയ്യുന്നില്ല. ഫയതസാഹലൂന ഫിൽ മആസി, അപ്പോൾ പാപങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ അവരെ ഒരു പ്രശ്നമാക്കാതാകും. അത് ഫയുഅല്ലിബൂന ജാനിബർ റജാഇ അലാ ജാനിബിൽ ഖൗഫ്. അപ്പോൾ അവർ ഭയം എന്ന ആ വശം വിട്ടിട്ട് ആശ എന്ന അതിൽ ഗലബത്ത് ഉള്ളവരാകും. ഫഹാദാ മിനൽ ഹിക്മ. അപ്പോൾ ഇങ്ങനെ ചില കാര്യങ്ങൾ ജനങ്ങൾ അറിയിക്കാതിരിക്കുക എന്നത് നല്ല കാര്യമാണെങ്കിലും അത് അറിയിക്കാതിരിക്കുക, ചില അറിവുകൾ, അതൊരു ഹിക്മത്തപ്പെട്ടതാണ്. അന്നൽ ഇൽമ ലാ യുളഉ ഇല്ലാ ഫി മവാദിഇഹി. ഇൽമ് എന്നത് അതിൻ്റെതായ സ്ഥാനങ്ങളിലല്ലാതെ നിൽക്കപ്പെടരുത് എന്നതാണ്. ഫഇദാ ഖൈഫ മിൻ ഇൽഖാഇൽ മസായിലി അലാ ബഅദി നാസി മഹ്ദൂറുൽ അക്ബർ. ചില ആളുകൾക്ക് ചില മസ്അലകൾ പറഞ്ഞു കൊടുക്കുന്നത് അതിൽ മഹ്ദൂറുണ്ട് എങ്കിൽ, വലിയ പ്രശ്നമുണ്ടാവുമെങ്കിൽ, ഫഇന്നഹും തുഖ്തമു അൻഹും ബഅദുൽ മസായിലി മിൻ അജ്ലി ശഫഖതി ബിഹിം വറഹ്മതിഹിം മിനൽ വഖൂഇ ഫിൽ മഹ്ദൂർ. അപ്പോൾ തെറ്റായിട്ടുള്ള കാര്യങ്ങളിൽ ആപതിക്കാതിരിക്കാൻ ഉള്ള അവരോടുള്ള കാരുണ്യ നിമിത്തവും അവരോടുള്ള സ്നേഹ നിമിത്തവും ചില മസ്അലകൾ അവരിൽ നിന്ന് തുക്തമോ
എന്താണ് മറക്കപ്പെടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അമറ ബികത്മാനി ഹാദ നൗഅ മിനൽ ഇൽമി മിൻ അമത്തിൻ നാസ്. മുആദ് കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അറിവ് ജനങ്ങൾക്ക് പകർന്നു കൊടുക്കുന്നത് കത്മാൻ ചെയ്യാൻ കൽപ്പിച്ചു. കത്മാൻ എന്ന് പറഞ്ഞാൽ മറച്ചു വെക്കുക. അഖ്ബറ ബിഹി മുആദൻ, എന്നാൽ മുആദ് റളിയല്ലാഹു അൻഹു അത് അറിയിക്കുകയും ചെയ്തു. ലിഅന്ന മുആദൻ മിനൽ ജഹാബിദത്തി, കാരണം മുആദ് റളിയല്ലാഹു അൻഹു ജീനിയസ് ആയിട്ടുള്ള ആലിമുകളിൽ ഉലമാക്കളിൽപ്പെട്ട വ്യക്തിയാണ്. ജീനിയസുകളുടെ കൂട്ടത്തിൽപ്പെട്ടാണ്. വളരെ പരിണിതപ്രജ്ഞനായ ഉലമാക്കളിൽപ്പെട്ട വ്യക്തിയാണ്. വമിൻ ഖവാസിൽ ഉലമാ, ഉലമാക്കളിൽ പ്രത്യേകക്കാരിൽപ്പെട്ടയാളാണ്. ഫദല്ല അലാ അന്നഹു യജൂസു കത്മാനുൽ ഇൽമി ലിൽ മസ്ലഹത്തി ഇദാ കാന യതറത്തബു അലാ ഇളാഹി ബഅദ് മസാഇലി ലിന്നാസ് മഹ്ദൂർ. അപ്പോൾ ചില അവസരങ്ങളിൽ ഇത് വ്യക്തമാക്കൽ, ചില അറിവുകൾ വ്യക്തമാക്കൽ ജനങ്ങളെ തെറ്റിലേക്ക് നയിക്കും എങ്കിൽ അത് അങ്ങനെയുള്ള ഒരു റിസൾട്ട് ഉണ്ടാകുമെങ്കിൽ മസ്ലഹത്തിന് വേണ്ടി ചില കാര്യങ്ങൾ, ചില ഇൽമ്, ചില അറിവുകൾ മറച്ചു വെക്കൽ അനുവദനീയമാണ് എന്നതിൽ നിന്ന് മനസ്സിലാക്കാം. കാരണം അവർ തെറ്റായി ആ കാര്യം മനസ്സിലാക്കും എന്നതുകൊണ്ട്, അതല്ലെങ്കിൽ കേട്ട കാര്യത്തിൽ അവർ ഫലമേൽപ്പിക്കും എന്നതുകൊണ്ട് വൈനഹും ലാ യുഖ്ബിറൂന ബിദാലിക്, അപ്പോൾ അവരെ അത് അറിയിക്കേണ്ടതില്ല. وإنما تلقى هذه المسائل إلى خواص العلماء الذين لا يخشى منهم الوقوع في المحظور. ഇങ്ങനെ തെറ്റായ കാര്യങ്ങളിൽ പെട്ടുപോകും എന്ന് ഭയപ്പെടാത്ത, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഭയമില്ലാത്ത, അങ്ങനെ നമുക്ക് ഭയമില്ലാത്ത ഉലമാക്കൾക്ക്, ഖവാസായിട്ടുള്ള ഉലമാക്കൾക്ക് ഈ മസ്അലകളിൽ പറഞ്ഞു കൊടുക്കാം. ഫഅഖദൽ ഉലമാഉ മിൻ ഹാദൽ ഹദീസി, അപ്പോൾ ഈ ഹദീസിൽ നിന്ന് ഉലമാക്കൾ പിടിച്ചെടുത്തിരിക്കുന്നു, മനസ്സിലാക്കിയിരിക്കുന്നു കത്മാനുൽ ഇൽമി ലിൽ മസ്ലഹത്തി, മസ്ലഹത്തിന് വേണ്ടി ചിലപ്പോൾ ചില വിജ്ഞാനങ്ങൾ, ചില അറിവുകൾ മറച്ചു വെക്കാനുണ്ട്. ഇന്നമാ അഖ്ബറ മുആദ് റളിയല്ലാഹു അൻഹു ബിഹാദൽ ഹദീസ് ഇൻദ വഫാത്തിഹി, എന്നാൽ മുആദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ വഫാത്ത് സമയത്ത്, മരണം അടുത്ത സമയത്ത് ഈ ഹദീസ് പറഞ്ഞു. ഖശ്യത അൻ യമൂത വഇൻദഹു ശൈഉൻ മിനൽ ഹദീസ് ലം യുബല്ലിഉഹു ലിന്നാസ്, എന്ത് കാരണം കൊണ്ട്? ഭയന്നുകൊണ്ട്. അദ്ദേഹത്തിനടുത്ത് ചില ഹദീസുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളുണ്ട്, എന്നാൽ അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തിട്ടുമില്ല. അങ്ങനെ വന്നാൽ അതൊരു തെറ്റാകുമോ എന്ന് ഭയന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞതാണ്. കമാഫി ഹദീസ് അലി റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു ഹദീസിലുള്ളതുപോലെ ഹദ്ദിസുൻ നാസ ബിമാ യഅരിഫൂൻ, ജനങ്ങൾക്ക് അറിയുന്ന കാര്യം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യം. അതുരീദൂന അൻ യുകദ്ദിബ അല്ലാഹ വറസൂലഹു, അല്ലാഹുവിനെയും റസൂലിനെയും അവർ അതുരീദൂന അൻ യുകദ്ദബ അല്ലാഹു വറസൂലുഹു, അല്ലാഹുവും റസൂലും കളവാക്കപ്പെടുന്നത് എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ ജനങ്ങളോട്, ചില ആളുകളോട് പറഞ്ഞാൽ അവർക്ക് ആകെ തെറ്റിദ്ധാരണയായിരിക്കും. അപ്പോൾ അത് ദീൻ വ്യാജമാക്കുന്നതിന്, അവിശ്വാസം വരുന്നതിന് വരെ ഒരു പക്ഷേ ഇടയാക്കും എന്നതാണ് ഞാൻ ഈ ഉദ്ദേശിക്കുന്നത്. ലാ യുൽഖാ അലാ കുല്ലി നാസി ബഅദുൽ മസാഇൽ ലത്തീ ഫിഹാ ഉമൂറുൻ യഖ്ഫാ അലൈഹിം മഅനാഹാ ഔ തുശവ്വിഷു അലൈഹിം വഇന്നമാ യുൽഖാ അലൻ നാസി മാ യഫ്ഹമൂനഹു വയസ്തഫീദൂന മിൻഹു. അമ്മാ നവാദിറുൽ മസാഇൽ വഖവാസുൽ മസാഇൽ ഫഹാദിഹി തുൽഖാ അലാ തലബത്തിൽ ഇൽമി വൽ മുത്തഫഖിഹീന അൽ മുതമക്കിനീന വഹാദാ മിനൽ ഹിക്മത്തി വദഇൽ ശൈഇ ഫി മൗദിഇഹി ലമ്മാ തകൂനു അമാമ ഉസാത്തിൻ യശ്റബൂന അൽ ഖുമൂർ വയസ്നൂന വയസ്രിഖൂൻ وتقول الله غفور رحيم الله قريب مجيب الله سبحانه وتعالى يغفر ويسمح فيزيدون في الشرور. അപ്പോൾ മനസ്സിലാകുന്ന ജനങ്ങൾക്കാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ചില പ്രത്യേക മസ്അലകൾ, ചില ഖവാസായിട്ടുള്ള പ്രത്യേക മസ്അലകൾ അത് വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കുക, അതേപോലെ മുത്തഫഖിഹീങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. ഇതൊക്കെ ഹിക്മത്താണ്, അത് ഇൽമ് അതിൻ്റെ സ്ഥാനത്ത് വെക്കുക എന്നതിൽപ്പെട്ടതാണ്. അതേപോലെ ഒരു ഉദാഹരണം പറയണേ, കള്ളു കുടിച്ചു കിടക്കുന്ന, വ്യഭിചരിച്ച് കിടക്കുന്ന, മോഷണം ചെയ്യുന്ന സത്യവിശ്വാസികളാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഉസാത്ത്, അങ്ങനെയുള്ള പാപികൾ, അവരെടുത്ത് എപ്പോഴും അള്ളാഹു ഗഫൂർ റഹീമാണ്, അള്ളാഹു ഖരീബ് മുജീബാണ് എന്നിങ്ങനെ പറഞ്ഞെടുത്താലോ, അള്ളാഹു കരുണാവാരിധിയാണ്, അള്ളാഹു പുറത്തു കൊടുക്കുന്നവനാണ്, അള്ളാഹു വളരെ അടുത്തവനാണ്, ദുആക്ക് ഉത്തരം നൽകുന്നവനാണ് എന്നൊക്കെ പറഞ്ഞെടുത്തിട്ട് അള്ളാഹു തആല യഗ്ഫിറു വയസ്മഹ്, അപ്പോൾ അവർ വിചാരിക്കും എന്താ, ഫയസീദൂന ഫി ശുറൂർ, അള്ളാഹു പുറത്തു തരുമല്ലോ, അവൻ വിട്ടുവീഴ്ച ചെയ്യും. അപ്പോൾ അവരിങ്ങനെ തിന്മകളിൽ വർദ്ധിക്കും അവർ. അതേസമയം അവരോടെന്ത് പറയണം, ഇത്തഖുല്ലാഹ് എന്ന് പറയണം, അള്ളാഹുവിനെ
ലാക്കിൻ ഹീന യത്തഖൂന ലഹും, നിങ്ങൾ അവരോട് ഇങ്ങനെ പറയണത് എന്ത്, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല തവഅദ الزنات بالعذاب وتوعد على السرقة وعلى المعاصي بالعذاب الشديد. പാപങ്ങൾക്ക് ശക്തമായ ശിക്ഷ അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുണ്ട്. അതേപോലെ ഈ മോഷണത്തിന് അള്ളാഹു ശിക്ഷ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതേപോലെ വ്യഭിചാരികൾക്ക് അള്ളാഹു അദാബ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നാണ് പിന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതാണ് പറഞ്ഞെടുക്കേണ്ടത്. ഫത്തദ്കുറുലഹും നുസൂസൽ വഈദി മിൻ അജ്ലി തൗബതി. അപ്പോൾ തൗബ കാരണമാകാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യണം, അവർക്ക് എന്ത് ചെയ്യണം, ഈ വഈദ് വാണിങ്സ് മുന്നറിയിപ്പുകൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം എന്നതാണ്. നേരെ തിരിച്ച് പറയാണ് എന്ത്, വലൗ അതൈത ഇൻദ മുതമസ്സികീന വതയ്യിബീന ഫദകർത ലഹും ആയാത്തുൽ വഈദ് ഫദകർത ലഹും ആയാത്തുൽ വഈദി ഫഹാദാ റുബമാ യസീദുഹും വസ്വാസൻ ഔ തശദ്ദുദൻ. ഇനി മുത്തമസ്സിക്കങ്ങൾക്ക്, ദീൻ മുറുകെ പിടിക്കുന്ന, ഖുർആനും സുന്നത്തൊക്കെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന, പാപങ്ങളിൽ നിന്നൊക്കെ അകന്ന് ജീവിക്കുന്ന നല്ല മനുഷ്യന്മാരുടെ അടുത്ത് നീ ചെല്ലുകയാണെങ്കിൽ, എന്നിട്ട് അവരുടെ അടുത്ത് ഇങ്ങനെ മുന്നറിയിപ്പിൻ്റെ കാര്യങ്ങൾ പറയണം, ശിക്ഷകളുടെ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ, വഈദിൻ്റെ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ, ഫഹാദാറുബമായ യസീദുഹും വസ്വാസ, അത് ഒരു പക്ഷേ അവർക്ക് എന്താക്കും, വസ്വാസം ഉണ്ടാക്കും, അല്ലെങ്കിൽ തശദ്ദുദ് ഉണ്ടാക്കും. കൂടുതൽ തശദ്ദുദിലേക്ക് അവർ നീങ്ങും, കൂടുതൽ അതിതീവ്രതയിലേക്ക് അവർ നീങ്ങും. അന്ത തദ്കുറു ലഹും ആയാത്ത് തൈസീർ, അവർക്ക് നീ എന്താ പറഞ്ഞു കൊടുക്കേണ്ടത്, സെഹ്റിൻ്റെ തൈസീറിൻ്റെ ലാളിത്യത്തിൻ്റെ ആയത്തുകൾ, അതേപോലെ ലാളിത്യത്തിൻ്റെ ഹദീസുകൾ, എളുപ്പത്തിൻ്റെ ഹദീസുകളൊക്കെ പറഞ്ഞു കൊടുക്കുക. തസ്ഹീൽ വർ റഹ്മത്ത്, കരുണയുടെ, വൽ അൽ ഫറജ് ഇലാ ഗൈരി അതുപോലത്തെ മിൻ അജ്ലി അൻ ലാ യസീദു വയസ്തദ്ദു വയഉലു, അവർ കൂടുതലായിട്ട് നന്മകൾ വ്യാപരിക്കണം, പക്ഷേ അത് അവരുടെ ശരീരത്തിനെ തന്നെ കേടാക്കുന്ന വിധത്തിൽ, ഇപ്പോൾ ഡെയിലി നോമ്പ് വെക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെയൊന്നും അവരുതല്ലോ. അതേപോലെ പിന്നെ ശിദ്ദത്ത് വരാതിരിക്കാൻ, അതേപോലെ ഉലൂവ് വരാതിരിക്കാൻ ഒക്കെ അവർക്ക്. ഫക്കുല്ലു മഖാമിൻ ലഹു മഖാൽ ഉമൂറു ഫി മവാദിഅഹ, പറഞ്ഞതൊക്കെ ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ്. കാര്യങ്ങൾ അതിൻ്റെ സ്ഥാനങ്ങളിൽ ആണ് വെക്കപ്പെടേണ്ടത്. ഹദാഹുൽ മീസാൻ സ്വഹീഹ്, ഇതാണ് ശരിയായ സ്വഹീഹായ മീസാൻ, തുറാസ്, ബാലൻസ്. വന്നാസു ലൈസു അലാ ഹദ്ദിൻ സവാ, ജനങ്ങളെല്ലാവരും ഒരേപോലെയല്ല. കുല്ലുൻ യുഖാതബു ബിമാ യസ്തഫീദു മിൻഹു വലാ യതദററു ബിഹി, ഓരോരുത്തർക്കും പറഞ്ഞു കൊടുക്കേണ്ടത് അവർക്ക് ഉപകാരമുള്ള കാര്യമാണ്, അവർക്ക് അതുകൊണ്ട് ഉപദ്രവം ഉണ്ടാവരുത്. ഫലാ തഅതി ബി ആയാത്തിൽ വഅദി വറജാഇ ഇൻദൽ മുതസാഹിലീന. അപ്പോൾ കർമ്മങ്ങളുടെ കാര്യത്തിൽ, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നിടത്ത് മടി കാണിക്കുന്നിടത്ത് അങ്ങനെയുള്ള ആളുകളോട് അവരോട് പ്രതീക്ഷയുടെയും ആശയുടെയും സ്വർഗവാഗ്ദാനത്തിൻ്റെയും കാര്യങ്ങൾ പറയരുത്. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ തന്നെ സ്വർഗം ലഭിക്കുന്ന കാര്യങ്ങളൊന്നും അവരോട് പറയരുത്. വലാ തഅതി ആയാത്തിൽ വഈദി ഇൻദൽ മുതശദ്ദിദീന, അതേപോലെ അതിതീവ്രമായിട്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളോട് എപ്പോഴും എന്ത് പറഞ്ഞു ഇങ്ങനെ കൊടുക്കരുത്, വഈദ്, നരകശിക്ഷയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കൊടുക്കരുത് എന്നാണ്. ബൽ തകൂനു കത്വബീബി തദഉ ദവാ ഫി മൗദിഉൽ മുനാസബ്, പക്ഷേ നീ എങ്ങനെയായിരിക്കണം, തൊബീബ്, ഒരു ഡോക്ടറെ പോലെ ആയിരിക്കണം. അയാൾ അനുയോജ്യമായ സ്ഥാനത്ത് മരുന്ന് ചെയ്യുന്നു. ഹാക്കദ യകൂനു ത്വാലിബുൽ ഇൽം, ഇപ്രകാരമാണ് എന്താവേണ്ടത്, ഹാക്കദ യകൂനു ത്വാലിബുൽ ഇൽമി, ഇപ്രകാരമാണ് വിദ്യാർത്ഥിയാവേണ്ടത്. ഇദാ കാനത്ത് ഹുനാക ഉമൂറുൻ ഗാമിദത്തുൻ, ചില മറഞ്ഞു കിടക്കുന്ന അറിവുകളുണ്ട്, കാര്യങ്ങളുണ്ട് എങ്കിൽ, ലാ യഅരിഫുഹാ അൽ അവാം, പൊതുജനങ്ങൾക്ക് അറിയാത്തത്, വലാ തത്തസഉ ലഹാ ഉഖൂലുഹും, അവരുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ചില അറിവുകൾ, മിനൽ മസായിലിൽ ഇൽമിയ്യ ഫലാ തുൽഖാ അലൽ അവാം, അത് പൊതുജനങ്ങൾക്ക് ഇട്ടുകൊടുക്കണ്ട. വഇന്നമാ തുൽഖാ അലാ തലബത്തിൽ ഇൽം, അത് വിദ്യാർത്ഥികൾക്ക് കൊടുക്കണം. ഇൽമ് അഭ്യസിക്കാനായിട്ട് ഇറങ്ങിത്തിരിച്ച, അല്ലെങ്കിൽ അത് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന അന്വേഷണ കുതുകികളായിട്ടുള്ള ആളുകൾക്ക്. വഅലന്നാസില്ലദീന യസ്തൗഇബൂനഹ, അതേപോലെ അത് ഉൾക്കൊള്ളുന്ന ആളുകൾക്ക്, അത് അന്വേഷിക്കുന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം. വലിഹാദാ യഖൂലു ഇബ്നു മസ്ഊദ്, അതുകൊണ്ടാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ അൻത ബിമുഹദ്ദിസിൻ ഖൗമൻ ബിഹദീസിൻ, മാ അൻത ബിമുഹദ്ദിസിൻ ഖൗമൻ ബിഹദീസിൻ ലാ തബ്ലുഹു ഖൂലുഹും ഇല്ലാ കാന ലിബഅദിഹിം ഫിത്ന.
ജനങ്ങളുടെ ബുദ്ധി ഉൾക്കൊള്ളാത്ത ചില വർത്തമാനങ്ങൾ ആളുകൾക്ക് പറഞ്ഞു കൊടുത്താൽ അത് അവരിൽ ചിലർക്ക് ഫിത്ന ഉണ്ടാക്കാതിരിക്കുകയില്ല, നാശമുണ്ടാക്കാതിരിക്കുകയില്ല എന്ന്. വഖാല അലി റളിയല്ലാഹു അൻഹു, നേരത്തെ പറഞ്ഞ ഹദീസ്, ഹദ്ദിസു നാസ ബിമാ യഅരിഫൂന അതുരീദൂന അൻ യുകദ്ദബ അല്ലാഹു വറസൂലുഹു. അപ്പോൾ ഫൽഹാസുലു, അപ്പോൾ വ്യക്തമാകുന്ന രത്ന ചുരുക്കം എന്ന് പറയുന്നത് അന്ന ത്വാലിബൽ ഇൽമി അന്ന ത്വാലിബൽ ഇൽമി والواعظ والمعلم يجب عليه أن يراعي أحوال الحاضرين وأحوال الناس. അപ്പോൾ വിദ്യാർത്ഥിയാകട്ടെ, ഉപദേശകൻ വാഇളാകട്ടെ, അതേപോലെ അധ്യാപകനാകട്ടെ, അവർക്കൊക്കെ നിർബന്ധമാണെന്ത്? അവിടെ സന്നിഹിതരായിട്ടുള്ള ആളുകൾ, ആ ആളുകളുടെ, ജനങ്ങളുടെ അവസ്ഥകൾ പരിഗണിക്കൽ. അവർക്ക് ആവശ്യമായ മസ്അലകൾ മാത്രം നൽകൽ. ولا يلقى عليهم المسائل الغريبة التي لم يتوصلوا إليها. അവർക്ക് ആവശ്യമില്ലാത്ത ഗരീബത്തായിട്ടുള്ള റയറായിട്ടുള്ള മസ്അലകൾ അവർക്ക് ഇട്ടുകൊടുക്കാതിരിക്കൽ. فلو أتيت عند طلبة علم مبتدئين فلا تلقى عليهم غرائب المسائل التي لا يعرفها إلا الراسخون في العلم. അറിവിൽ നിപുണരായിട്ടുള്ള ആളുകൾക്ക് മാത്രം അല്ലാതെ മനസ്സിലാകാത്ത ഗരീബായിട്ടുള്ള മസ്അലകൾ തുടക്കക്കാർക്ക്, വിദ്യാർത്ഥികൾക്ക് കൊടുക്കരുത്. ബൽ തഅലമുഹും മബാദി മുബസത്തത്തി സഹലത്തി യതദറജൂന ബിഹാ ഷൈഅൻ ഫശൈഅ. ആളുകൾ, വിദ്യാർത്ഥി പടിപടിയായി മനസ്സിലാകത്തക്ക വിധം അവർക്ക് പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ലാ തത്ലുബ് മിൻ ത്വാലിബിൻ മുബ്തദീൻ അൻ യഖറഅ ഫീ സ്വഹീഹ് അൽ ബുഖാരി ലിഅന്നഹു ലം യസിൽ ഇലാ ഹാദൽ ഹദ്ദി ലക്കിൻ ലഖിൻഹു അൽ 40 നവവിയ്യ വൽ അഹാദീസ് അൽ ഖരീബ വശുറൂത്ത് സ്വലാ വഹ്കാമ ത്വഹാറ ഇലാ ആഖിരി. അപ്പോൾ ഈ തുടക്ക വിദ്യാർത്ഥിക്ക് ആദ്യം തന്നെ സ്വഹീഹ് ബുഖാരി ക്ലാസ് എടുത്ത് കൊടുക്കണ്ട. അവനെന്ത് ചെയ്യുക? 40 നവവിയ്യ പറഞ്ഞു കൊടുക്കുക. അതേപോലെ പിന്നെ സംസ്കാരത്തിൻ്റെ ഷർത്തുകൾ, ശുദ്ധിയുടെ വിധികൾ, ത്വഹാറത്തിൻ്റെ ഹുക്കുമുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. وإنسان مبتدئ بعلم عربية لا تأمر بقراءة كتاب سيبويه. അറബി ഭാഷ പഠിക്കാൻ തുടങ്ങുന്ന ഒരാൾക്ക് ആദ്യം തന്നെ സീബോവിഹിൻ്റെ കിതാബ് കൊണ്ടേ പഠിപ്പിക്കേണ്ട. ലാക്കിൻ തഅ്മുറുഹു ബിഖിറാഅത്തിൽ അജ്റൂമിയ, അദ്ദേഹത്തോട് അജ്റൂമിയ പഠിക്കാൻ പറയാം. വമസായിലും ബുസ്സത്തുത യദ്ഖുലു ബിഹാ അല ലുഅത്തിൽ അറബിയ്യത്തി വന്നഹ്വി ഷൈഅൻ ഫശൈഅ. അപ്പോൾ ഇങ്ങനെ പടിപടിയായിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ അറബിയിൽ, നഹ്വിൽ ഉള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുക എന്നാണ്. വലുതായിരിക്കും അല്ലഫൽ ഉലമാ അൽ മുഖ്തസറാത്ത് വൽ മുത്തവസ്സിത്താത്ത് വൽ മുതവ്വിലാത്ത്. ഇതുകൊണ്ടാണ് സംഗ്രഹങ്ങൾ, മുത്തവസ്സിത്താത്ത് മീഡിയമായിട്ടുള്ള പുസ്തകങ്ങൾ, അതേപോലെ ദീർഘമായിട്ടുള്ള പുസ്തകങ്ങൾ, അങ്ങനെയൊക്കെ പല പല ഗ്രന്ഥങ്ങളായിട്ട് ഉലമാക്കൾ രചിച്ചത്. മിൻ അജ്ലി അന്ന ത്വാലിബൽ ഇൽമി യംഷി മറാഹില ഷൈഅൻ ഫശൈഅ. കാരണം വിദ്യാർത്ഥി ഇങ്ങനെ ദറജകളായിട്ട്, മർഹലകളായിട്ട്, ഇങ്ങനെ സ്റ്റെപ്പായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. അൽ ഹാസ് അന്ന കുല്ല ഷൈഇൻ ലഹു ഷൈഉൻ വകുല്ല മഖാമിൻ ലഹു മഖാൽ. വഖൗലുഹു റഹിമഹുല്ലാഹ്, ആ ഹദീസിൻ്റെ അവസാന ഭാഗത്ത് അഖ്റജാഹു ഫി സ്വഹീഹൈൻ എന്ന് കൊടുത്തിട്ടുണ്ട്. ആര്? ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അവർ. രണ്ടുപേരും, അതായത് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും സ്വഹീഹൈനിൽ ഉദ്ധരിച്ചതാണ്. അതായത് സ്വഹീഹ് ബുഖാരിയും സ്വഹീഹ് മുസ്ലിമിനും വന്നിട്ടുള്ള ഹദീസാണ് ഇത്. ഇന്നത്തെ അഖ്റജഹുൽ ബുഖാരി പുറപ്പെടുവിച്ചത് മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി ഫി സ്വഹീഹിഹി അൽ ജാമി സ്വഹീഹ് എന്ന സ്വഹീഹ് ബുഖാരി ഗ്രന്ഥത്തിൽ. അല്ലദി ഹുവ അസഹ്ഹു കിതാബിൻ ഇൻദൽ മുസ്ലിമീന ബഅദ കിതാബില്ലാഹി അസ്സ വജൽ. അല്ലാഹു അസ്സ വജലിന്റെ കിതാബ്, അതായത് വിശുദ്ധ ഖുർആന് ശേഷം മുസ്ലിങ്ങൾക്കിടയിൽ ഏറ്റവും സ്വഹീഹായിട്ടുള്ള കിതാബാണ് അത്. വബിൽ മൻസിലത്തിൽ ഉലാ മിൻ കുതുബിസ് സുന്ന, സുന്നത്തിന്റെ നബിചര്യയുടെ കിതാബുകളിൽ ഒന്നാം പദവിയിലുള്ളതും ആണ്. സുമ്മ യലിഹി സ്വഹീഹുൽ ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ്. ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് അവരുടെ സ്വഹീഹ് മുസ്ലിമാണ് പിന്നീട് അതിനോട് ചേരുന്നത്. ഫസ്വഹീഹാനി, അപ്പോൾ സ്വഹീഹാനി എന്ന് പറഞ്ഞാൽ സ്വഹീഹുൽ ബുഖാരി വ സ്വഹീഹ് മുസ്ലിം. സ്വഹീഹ് ബുഖാരിയും സ്വഹീഹ് മുസ്ലിമാണ്. ഹുമ അഅ്ലാ ഷൈഇൻ ഫി കുതുബിസ് സുന്ന, സുന്നത്ത് നബിചര്യയുടെ വിവരിക്കുന്ന കിതാബുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നതമായിട്ടുള്ള കിതാബുകളാണ് അവ. സ്വഹീഹുൽ ബുഖാരിയും സ്വഹീഹ് മുസ്ലിം. വ അസ്വഹുൽ അഹാദീസി മത്തഫഖ അലൈഹി അൽ ബുഖാരി വ മുസ്ലിം. അപ്പോൾ ഹദീസുകളുടെ കൂട്ടത്തിൽ ഏറ്റവും സ്വഹീഹായത് അസ്വഹ് എന്ന് പറയുന്നത് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിം ഒത്തു സംബന്ധിച്ച മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള ഹദീസുകളാണ്. സുമ്മ മാ റവാഹുൽ ബുഖാരി
പിന്നെ ബുഖാരി റിപ്പോർട്ട് ചെയ്തത്, ബുഖാരി മാത്രം റിപ്പോർട്ട് ചെയ്തത് എന്നാൽ മുസ്ലിമും അല്ലാതെ. സുമ്മ മാ റവാഹു മുസ്ലിം, പിന്നെ മുസ്ലിം റിപ്പോർട്ട് ചെയ്തത്. സുമ്മ ബഖിയത്തുൽ ഹദീസ്, പിന്നെ ബാക്കി ഹദീസുകൾ. ലിഅന്ന ഹുനാക സിഹാഹൻ വൈറ സഹിഹൈൻ, സഹിഹൈൻ അല്ലാത്ത സിഹാഹുകളുണ്ട്. ഉദാഹരണം സഹീഹ് ഇബ്നു ഖുസൈമ, അത് അങ്ങനെ തന്നെയാണ് അറിയപ്പെടുന്നത്. വഹാദ യുസ്ന അലൈഹി അഹ്ലുൽ ഇൽം, അഹ്ലുൽ ഇൽം പണ്ഡിതന്മാർ ഇത് പ്രകീർത്തിച്ചിട്ടുണ്ട്. വസഹീഹുൽ ഹാക്കിം വസഹീഹു ഇബ്നു ഹിബ്ബാൻ, ഇതൊക്കെ. വഹാദിഹി ഇഷ്തറത്തു അഹ്ലുഹ അസ്ഹ, അതിൻ്റെ ആളുകൾ അതിന് സഹീഹ് എന്ന പദവി കൊടുക്കുന്നു, അല്ലെങ്കിൽ സഹീഹാണെന്ന് പറയുന്നു. വലാകിൻ തസ്ഹീഹുഹും ദൂന തസ്ഹീഹിൽ ഇമാമൈൻ അൽ ബുഖാരി മുസ്ലിം, എന്നാൽ ഇവരുടെയൊക്കെ സഹീഹ് എന്ന് പറയുന്നത് ബുഖാരി മുസ്ലിം ഈ ഇമാമുകളുടെ സഹീഹൈനിയുടെ താഴെയാണ് വരിക എന്ന്. ഇനി അപ്പം ഈ ബാബിൽ, കിതാബു തൗഹീദിൻ്റെ ഈ ബാബിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ കൊണ്ടുവന്നിട്ടുള്ളത് തൗഹീദിനെ കുറിച്ചിട്ടുള്ള, അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണം എന്നുള്ള ഏതാനും ആയത്തുകളും അതുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് ഹദീസുകളുമാണ്. ഫഹാദിഹിൽ ബാബ് ഇഷ്തമല അലാ ഫവായിദിൻ അദീമ, അപ്പോൾ ഈ ബാബ് ചില മഹത്തായ ഫായിദകൾ ഉൾക്കൊള്ളുന്നു. അൽ ഫായിദത്തിൽ ഒന്നാമത്തെ ഫായിദ ബയാൻ തഫ്സീർ തൗഹീദ്, തൗഹീദിൻ്റെ തഫ്സീർ വ്യാഖ്യാനം, അത് വിശദീകരിക്കൽ. വഅന്നഹു ഇബാദത്തുല്ലാഹി വഹ്ദഹ്, തൗഹീദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യാനാണ്. ലാ ശരീക ലഹു, അവനൊരു പങ്കുകാരനുമില്ല. ഹാദാ ഹുവ തൗഹീദ്, ഇതാണ് തൗഹീദ്. لأن كل الآيات التي في هذا الباب تأمر بالعبادة وتنهى عن الشرك, കാരണം ഈ ബാബിൽ കൊടുത്തിട്ടുള്ള ആയത്തുകളൊക്കെ ഇബാദത്ത് കൊണ്ട് കൽപ്പിക്കുകയും അതേപോലെ ഷിർക്കിനെ നിരോധിക്കുകയും ചെയ്യുന്നു, ഷിർക്കിനെ വിരോധിക്കുകയും ചെയ്യുന്നു. അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നതിന്, ബഹുദൈവ വിശ്വാസത്തിൽ. ഏതൊക്കെ? വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ജിന്ന് ഇൻസ് വർഗത്തെ, ജിന്ന് മനുഷ്യവർഗങ്ങളെ ഞാൻ പടച്ചിട്ടില്ല, ഇല്ലാ ലിയഅ്ബുദൂൻ, എന്നെ ഇബാദത്ത് ചെയ്യാനല്ലാതെ. അള്ളാഹു പറഞ്ഞു വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്, നാം എല്ലാ ഉമ്മത്തിലും റസൂലിനെ അയച്ചു, ദൂതന്മാരെ അയച്ചു. എന്തിന്? അൻ ഇഅ്ബുദുല്ലാഹ്, അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണം എന്ന് പറയാൻ. വജ്തനിബുത് താഗൂത്ത്, അള്ളാഹു അല്ലാതെ ഇബാദത്ത് ചെയ്യപ്പെടുന്ന എല്ലാ താഗൂത്തുകളെയും ഒഴിവാക്കണം എന്നും. വഖദാ റബ്ബുക അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാഹ്, വഖദാ റബ്ബുക, നിന്റെ റബ്ബ് നിശ്ചയിച്ചിരിക്കുന്നു, അല്ലാ തഅ്ബുദു, നിങ്ങൾ ഇബാദത്ത് ചെയ്യരുത് എന്ന്, ഇല്ലാ ഇയ്യാഹു, അവനെ അല്ലാതെ, അള്ളാഹുവിന് മാത്രം അല്ലാതെ. മറ്റൊരു ആയത്ത് വഅ്ബുദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ഷൈആ, വഅ്ബുദുല്ലാഹ, അള്ളാഹുവിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുക, വലാ തുശ്രികൂ ബിഹി ഷൈആ, അവനെ നിങ്ങൾ ഷിർക്ക് വെക്കരുത്, പങ്കുകാരെ കൽപ്പിക്കരുത്. ഫഹാദിഹിൽ ആയാതു തഫസ്സറത് തൗഹീദ ബിഅന്നഹു അൽ ഇബാദ, അപ്പോൾ ഈ ആയത്തുകളൊക്കെ തൗഹീദിനെ തഫ്സീർ ചെയ്തിരിക്കുന്നു, അത് ഇബാദത്താണ്, അൽ ഇബാദത്ത്, അതായത് അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യലാണ്. അൽ ഫായിദത്തു സാനിയ, രണ്ടാമത്തെ ഫായിദ എന്ന് പറഞ്ഞാൽ അന്ന റസൂല ബഅസു ബിദ്ദഅവതി ഇലാ തൗഹീദിൽ ഇബാദത്തി ലാ ബിദ്ദഅവതി ഇലാ തൗഹീദിർ റുബൂബിയ്യത്തി, മുർസലീങ്ങളെ അള്ളാഹു അയച്ചത്, ദൂതന്മാരെ അള്ളാഹു അയച്ചത് റുബൂബിയത്തിൻ്റെ തൗഹീദ്, അള്ളാഹു ആണ് റബ്ബ് എന്ന് പറയാനല്ല, എന്താണ് അതിലേക്ക് ക്ഷണിക്കാനല്ല, എന്നാൽ തൗഹീദുൽ ഇബാദത്തിലേക്ക്, അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക എന്ന തൗഹീദിലേക്ക് ക്ഷണിക്കാനാണ്. ഫലൈസ ഹുനാക ആയത്തുൻ വാഹിദുൻ ഖാലത്ത് അഖിറു ബിത്തൗഹീദ്, ഒരു ആയത്ത് പോലുമില്ല എന്ത്, നിങ്ങൾ അള്ളാഹു റബ്ബാണ് അംഗീകരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട്, റുബൂബിയത്ത് അംഗീകരിക്കൂ എന്ന് പറഞ്ഞിട്ട്. ഔ അഖിറു അന്നല്ലാഹു ഹുവൽ ഖാലിഖുർ റാസിഖ്, അള്ളാഹുവാണ് ഖാലിഖ് പടച്ചവൻ, അള്ളാഹുവാണ് റാസിഖ് വിഭവങ്ങൾ നൽകുന്നവൻ എന്ന് നിങ്ങൾ അംഗീകരിക്കൂ. അള്ളാഹുവാണ് ഖാലിഖ് എന്ന് ആയത്തിൽ വന്നിട്ടുണ്ട്, പക്ഷേ അള്ളാഹുവാണ് ഖാലിഖ് എന്ന് നിങ്ങൾ അംഗീകരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട്, റാസിഖ് അവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആയത്ത് വന്നിട്ടില്ല. ലിമാദാ, എന്തുകൊണ്ടാ? ലിഅന്ന ഹാദാ മൗജൂദുൻ ഫിന്നാസ്, കാരണം ഇത് ജനങ്ങളിൽ ഓൾറെഡി ഉണ്ടായിരുന്നു, ജനങ്ങൾ ഓൾറെഡി അംഗീകരിച്ചിരുന്ന കാര്യമാണെന്ത്, ഖാലിഖും റാസിഖും റബ്ബും ഒക്കെ അള്ളാഹുവാണ് എന്ന്. ഫഹും മുഖിറൂന ബിഅന്ന അല്ലാഹ ഹുവൽ ഖാലിഖുർ റാസിഖുൽ മുഹ്യിൽ മുമീത്ത് അൽ മുദബ്ബിർ, അപ്പോൾ അവരൊക്കെ അംഗീകരിച്ചിരുന്നത് അള്ളാഹുവാണ് സൃഷ്ടിച്ചവൻ, ഖാലിഖ്, അള്ളാഹുവാണ് വിഭവങ്ങൾ നൽകുന്നവൻ, അള്ളാഹുവാണ് മുഹീ ജീവിപ്പിക്കുന്നവൻ, അള്ളാഹുവാണ് മുമീത്ത് മരിപ്പിക്കുന്നവൻ, അള്ളാഹുവാണ് മുദബ്ബിർ ലോകം നിയന്ത്രിക്കുന്നവൻ. ഇപ്പോൾ പറയുന്നത് എന്താ? മുദബ്ബിറുൽ ആലം സീമടങ്ങൂല ചില ആൾക്കാർ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഫതൗഹീദുർ റുബൂബിയ്യത്തി, അപ്പോൾ മുശ്രിക്കുകൾ പോലും മുദബ്ബിറുൽ ആലം അള്ളാഹുവാണെന്നാണ് വിശ്വസിച്ചിരുന്നത്.
ഫതൗഹീദ് റുബൂബിയത്തി മൗജൂദുൻ ഫി ഗാലിബിൽ ബശർ. സാധാരണ ഗതിയിൽ മനുഷ്യരിൽ കാണുന്നതാണെന്ത് റുബൂബിയത്തിൻ്റെ തൗഹീദ്. ലിഅന്നൽ ഫിത്ര തഖ്തളിഹി, കാരണം അത് മനുഷ്യപ്രകൃതം, ഫിത്ര ശുദ്ധപ്രകൃതം അത് തേടുന്നതാണ്. ലിഅന്നൽ ആഖില മിനൻ നാസി യഅലമു അന്ന ഹാദൽ ഖൽഖ ലാ ബുദ്ദ ലഹു മിൻ ഖാലിഖ്. ബുദ്ധിയുള്ള മനുഷ്യന് മനസ്സിലാവുന്നത് ഈ സൃഷ്ടികളൊക്കെ ഒരു സൃഷ്ടാവില്ലാതെ ഉണ്ടാവില്ല എന്ന്. അം ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ. അം ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ, ഒന്നുമില്ലാതെ പടക്കപ്പെട്ടവരാണോ അവർ? അം ഹുമുൽ ഖാലിഖൂൻ, അതോ അവരാണോ സൃഷ്ടാക്കൾ? അം ഖലഖുസ് സമാവാതി വൽ അർദ ബൽ ലാ യുഖിനൂൻ, അവരാണോ ആകാശങ്ങളും ഭൂമിയെയും പടച്ചത്? എന്നിട്ട് അവർ ദൃഢവിശ്വാസം കൈക്കൊള്ളുന്നില്ല. പക്ഷേ അഫമൻ യഖ്ലുഖു കമൻ ലാ യഖ്ലുഖു അഫലാ തദക്കറൂൻ, സൃഷ്ടിക്കുന്നവൻ അഫമൻ യഖ്ലുഖു, സൃഷ്ടിക്കുന്നവനാണോ? കമൻ ലാ യഖ്ലുഖു, സൃഷ്ടിക്കാത്തവനെ പോലെയാണോ? ഫലാ തദക്കറൂൻ, അവർ ബോധ്യമില്ലേ? ഫൽ ആയാതു മാ ജാഅ തുതാലിബു നാസ ബിൽ ഇഖ്റാർ ബിൽ തൗഹീദ് റുബൂബിയ്യ. അപ്പോൾ റുബൂബിയത്തിലെ തൗഹീദ് അംഗീകരിക്കാൻ വേണ്ടി ജനങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ടല്ല ആയത്തുകൾ അവതരിച്ചത്. ലിഅന്ന ഹാദാ മൗജൂദുൻ, കാരണം ഇത് ജനങ്ങളിൽ പൊതുവെ ഉണ്ട്. വൽ ഇഖ്റാറു ബിഹി ലാ യക്ഫീ ഫി ദുഖൂലി ഫിൽ ഇസ്ലാം. അപ്പോൾ തൗഹീദ് റുബൂബിയത്ത് മാത്രം ഉൾക്കൊള്ളുന്നത് കൊണ്ട് ഒരാൾ ഇസ്ലാമിൽ പ്രവേശിക്കില്ല. അള്ളാഹുവാണ് പടച്ചവൻ, അള്ളാഹുവാണ് വിഭവങ്ങൾ നൽകുന്നവൻ, അള്ളാഹുവാണ് മുദബ്ബിറുൽ ആലം, ലോകം നിയന്ത്രിക്കുന്നത് എന്ന് മാത്രം വിശ്വസിച്ചുകൊണ്ട് ആയില്ല. എല്ലാ ആയത്തുകളും വന്നത് ഈ പറഞ്ഞ തൗഹീദുമായി ബന്ധപ്പെട്ട ആയത്തുകളൊക്കെ എന്താണ്? ഇബാദത്തിലേക്ക് വഴി നടത്തിക്കൊണ്ടാണ്. പിന്നെ തൗഹീദ് റുബൂബിയത്ത്, അള്ളാഹുവാണ് റബ്ബ്, അള്ളാഹുവാണ് റാസിഖ്, അള്ളാഹുവാണ് മുദബ്ബിർ എന്നൊക്കെ വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ളത് ആ തൗഹീദ് റുബൂബിയത്ത് തന്നെയാണ്. അത് പറയപ്പെട്ടത്, പരാമർശിക്കപ്പെട്ടത് എന്തിനാണ്? ലിൽ ഇസ്തിദ്ലാലി ബിഹി, അതുകൊണ്ട് തെളിവ് പിടിക്കാനാണ്. അലാ തൗഹീദിൽ ഉലൂഹിയത്തി, ഉലൂഹിയത്തിൻ്റെ തൗഹീദിലേക്ക് തെളിവ് പിടിക്കാനാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവാണല്ലോ സൃഷ്ടിച്ചത്, അവനാണല്ലോ നിങ്ങൾക്ക് വിഭവങ്ങൾ നൽകുന്നത്, അവനാണല്ലോ നിങ്ങളെ മരിപ്പിക്കുന്നത്, അവനാണല്ലോ നിങ്ങളെ ജീവിപ്പിച്ചത്, അവനാണല്ലോ ജീവൻ നൽകുന്നത്. ഇതൊന്നും മറ്റാർക്കും കഴിയില്ലല്ലോ. അപ്പോൾ അവനെയാണല്ലോ, അവനെ മാത്രമാണല്ലോ ഇബാദത്ത് ചെയ്യേണ്ടത് എന്ന തൗഹീദുൽ ഉലൂഹിയത്തിലേക്ക് ആളുകളെ കൊണ്ടുവരാൻ വേണ്ടി അത് വിശദീകരിക്കാനാണ് തൗഹീദുർ റുബൂബിയ്യത്ത് പറഞ്ഞിട്ടുള്ളത് എന്നതാണ്. അൽ ഫായിദത്തു സാലിസ, മൂന്നാമത്തെ ഫായിദ ഫി ഖൗലിഹി വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും ഞാൻ പടച്ചിട്ടില്ല ഇല്ലാ ലിയഅ്ബുദൂൻ, എന്നെ ഇബാദത്ത് ചെയ്യാനല്ലാതെ. ഹാദിഹിൽ ആയത്തു ഫിഹാ, ഈ ആയത്തിലുണ്ട് അന്നൽ ഹിക്മത മിൻ ഖൽഖിൽ ജിന്നി വൽ ഇൻസി ഇബാദത്തുല്ലാഹി സുബ്ഹാനഹു വതആല. ഈ ആയത്തിൽ എന്താണുള്ളത്? ജിന്ന് മനുഷ്യവർഗങ്ങളെ അള്ളാഹു പടച്ചത് അള്ളാഹു സുബ്ഹാനഹു വതആലയെ മാത്രം ഇബാദത്ത് ചെയ്യാനാണ്. അൽ ആയത്തു സാനിയ, രണ്ടാമത്തെ ആയത്ത്, വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്, നാം എല്ലാ ഉമ്മത്തിലും റസൂലിനെ അയച്ചു, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം, തഗൂത്തിനെ ഒഴിവാക്കണം എന്ന്. അള്ളാഹു അല്ലാതെ ഇബാദത്ത് ചെയ്യപ്പെടുന്ന എല്ലാത്തിനെയും തഗൂത്ത് എന്ന് പറയും. ഫിഹ, അതിലുണ്ട് അന്ന റസൂല കുല്ലഹും, മുർസലീങ്ങൾ എല്ലാവരും, മിൻ അവ്വലിഹിം ഇലാ ആഖിരിഹിം, അവരിൽ നിന്ന് ആദ്യ വ്യക്തി മുതൽ അവസാന വ്യക്തി വരെ, അതായത് ആദം അലൈഹിസ്സലാം മുതൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ, ജാഊ ബിൽ അംരി ബി ഇബാദത്തില്ലാ, അവരെല്ലാവരും പറഞ്ഞ എന്താണ്? അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണം. വതർക്കി ഇബാദത്തി മാ സിവാ, അള്ളാഹു അല്ലാത്തവർക്കുള്ള ഇബാദത്ത് ഒഴിവാക്കണം എന്നതാണ്. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അൻ യഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത് ഫദല്ല അലാ, അപ്പോൾ അതറിയിച്ചു, അന്ന തൗഹീദ ഹുവ അല്ലദീ ബുഇസത് ബിഹി റസൂൽ, തൗഹീദുമായാണ് മുർസലീങ്ങൾ അള്ളാഹുവിൻ്റെ ദൂതന്മാർ അയക്കപ്പെട്ടത്. കമാ അന്നഹു ഹുവ അല്ലദീ ഖലഖൽ ഖൽഖ മിൻ അജ്ലി, അതിനു വേണ്ടിയാണ് അള്ളാഹു പടപ്പുകളെ പടച്ചത് എന്നതുപോലെ തന്നെ. അൽ ഫായിദത്തു റാബിഅ, നാലാമത്തെ ഫായിദ, അന്നൽ ഇബാദത ലാ തൻഫഉ മഅ ശിർക്ക്. അപ്പോൾ നാലാമത്തെ കാര്യം എന്താണ്? ഷിർക്കിൻ്റെ കൂടെ ഇബാദത്ത് ഫായിദ ചെയ്യൂല, പ്രയോജനപ്പെടൂല. അപ്പോൾ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്തുകൊണ്ട് കാര്യമില്ല. അപ്പോൾ ഒരു ചർച്ച ചെയ്ത സമയത്ത് പറഞ്ഞു, പിന്നെ സിയമ്മയുടെ ഊരെ കാക്കണേ, അല്ലെങ്കിൽ മമ്പളം തങ്ങളെ കാക്കണേ, അല്ലെങ്കിൽ നബിയെ കാക്കണേ, മൊഹിദ്ദീൻ ഷേഖെ കാക്കണേ എന്നൊക്കെ പ്രാർത്ഥിക്കരുത്, എന്നും തേടരുത് എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിനോടും ദുആ ചെയ്യുന്നുണ്ടല്ലോ എന്നാ പറഞ്ഞു. അപ്പം അതുകൊണ്ട് പ്രയോജനമില്ല. അന്നൽ ഇബാദത്ത ലാ തൻഫഉ മഅ ശിർക്ക്, ഷിർക്കോടൊപ്പമുള്ള ഇബാദത്ത് അതുകൊണ്ട് കാര്യമില്ല. അള്ളാഹുവിനെ കുറേ നിസ്കരിച്ചു, പക്ഷെ അവനെന്ത് ചെയ്യുന്നു? CM ആണ് പിന്നെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്, ലോകത്തെ നിയന്ത്രിക്കുന്നു. ഖബറിൽ നിന്ന് ഇങ്ങനെ CM മടവൂർ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് വിശ്വസിച്ചു, അല്ലെങ്കിൽ CM മടവൂരിനോട് തേടി, മരിച്ചുപോയവരോട് തേടി എങ്കിൽ ഫമൻ അശ്റക ബില്ലാഹി ഷൈഅൻ ഫഇന്നഹു ലം യുഅദ്ദി ഹഖ്ഖല്ലാഹി സുബ്ഹാനഹു വതആല. അപ്പോൾ
അള്ളാഹുവിൽ ഷിർക്ക് വെക്കുന്നവൻ, അള്ളാഹുവിന് മാത്രം നൽകേണ്ട ഇബാദത്ത്, അള്ളാഹുവിന് മാത്രം നൽകേണ്ട പ്രാർത്ഥന, അർത്ഥന, ദുആകൾ അത് മറ്റുള്ളവർക്ക് നൽകിയാൽ അവൻ അള്ളാഹുവിനോടുള്ള ഹക്ക് കിട്ടിയില്ല. ഫല്ലദീ ലാ യഅ്ബുദുല്ലാഹ മുത്ലഖൻ കൽ മുലാഹിദത്തി. അപ്പോൾ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യാത്തവൻ മറ്റുള്ളവർ ഇബാദത്ത് ചെയ്യുക, അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുക, അങ്ങനെ അവൻ നിരീശ്വരവാദിയെ പോലെ. കദാലിക്കല്ലദീ യഅ്ബുദുല്ലാഹ മഅ ശിർക്ക് കുല്ലുഹും സവാ അൽ മുൽഹിദു വൽ മുശ്രിക്. അപ്പോൾ അള്ളാഹുവിൻ്റെ കൂടാതെ മറ്റുള്ളവരെ കൂടി ഇബാദത്ത് ചെയ്യുക, അല്ല അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുമ്പോൾ തന്നെ ഷിർക്കും കൂടെ ചെയ്യുക, അങ്ങനെയുള്ളവരൊക്കെ സമമാണ് അവർ. അപ്പോൾ മുൽഹിദ് നിരീശ്വരവാദിയും മുശ്രിക്കും സമമാണ്. ഇന്നമല്ലദീ യഅ്ബുദുല്ലാഹ ഹഖ്ഖൻ വല്ലദീ യഅ്ബുദുഹു വലാ യുശ്രികു ബിഹി ശൈഅ. അപ്പോൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആരാണ്? അവൻ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്നു, ഷിർക്കൊന്നും ചെയ്യുന്നില്ല, അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുന്നു. എന്തെങ്കിലും ദുരന്തങ്ങളോ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ അവൻ അള്ളാഹുവിനെ വിളിച്ച് തേടുന്നു, അവൻ ഖബറാളികളെ വിളിച്ച് തേടുന്നില്ല. ഹാദാ ഹുവല്ലദീ യഅ്ബുദുല്ലാഹ അലാ ഹഖ്ഖി ഇബാദത്തിഹി വഹുവല്ലദീ തൻഫഉഹു ഇബാദത്തുഹു. അപ്പോൾ ഇങ്ങനെ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക, ഷിർക്കൊന്നും ചെയ്യാതെ യഥാർത്ഥ രൂപത്തിൽ ഇബാദത്ത് ചെയ്യുന്നവനാണ്, അവനാണ് ആ ഇബാദത്ത് പ്രയോജനപ്പെടുക. അല്ലാത്തവൻ എത്ര തഹജ്ജുദ് നിസ്കരിച്ചിട്ടും കാര്യമില്ല. കാരണം എന്താ? അവൻ ഷിർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അതോടൊപ്പം അവൻ അള്ളാഹുവിനെ നിസ്കരിച്ചിട്ട് കാര്യമില്ല, ഇബാദത്ത് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ഷിർക്കില്ലാത്ത ഇബാദത്തായിരിക്കണം. അള്ളാഹു ഷിർക്ക് ചെയ്യുന്നതിൽ നിന്ന് നമ്മെല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ, യഥാർത്ഥ മുവഹിദുകളിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. ജസാക്കുമുല്ലാഹു ഖൈറ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.